ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറക്സ് മാർക്കിലെ മേജർ കറൻസീസ് ആയിട്ടുള്ള യൂറോ യു എസ് ടി, GBP USD, ഗോൾഡ് എന്നിവയുടെ ഡെയിലി ബയാസ് എന്തൊക്കെയാണ്, ഇന്നത്തെ കീ ലെവൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അസർ. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, യൂറോ യു എസ് ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് വരച്ച ഒരു സെൽ റേഞ്ച് ഇതായിരുന്നു അല്ലേ. ഇന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽസ് എന്ന് പറയുന്നത് ഒന്ന് ഈ കീ ലെവലാണ്. 15 മിനിറ്റ്സിൽ കാണുന്ന ഈ ഒരു കീ ലെവലാണ് ഇന്ന് യൂറോ യു എസ് ടിയിൽ നമുക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ. പിന്നെ അതിന്റെ മുകളിൽ കാണുന്ന ഈ കീ ലെവൽ, ഈ രണ്ട് കീ ലെവൽസ് ആണ് ഇന്ന് നമുക്കൊരു സെല്ല് നോക്കാൻ പറ്റുന്ന, യൂറോ യു എസ് ടിയിൽ നോക്കാൻ പറ്റുന്ന ഒരു സെൽ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി മേ ബി ഇതിന് വേണമെങ്കിൽ കൗണ്ടർ ട്രേഡ്സ് നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയനെ മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു പുഷ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ നല്ലൊരു കീ ലെവൽസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ബൈ ട്രേഡ് കയറാവുന്നതാണ്. ഇങ്ങനെ ബൈ ട്രേഡ് കയറിയിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ഏതുവരെ സെറ്റ് ചെയ്യാം, ഇതുവരെ ഏകദേശം നിങ്ങൾക്ക് ടാർഗറ്റും എന്ത് ചെയ്യാവുന്നതാണ്, സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് യൂറോയിൽ നമുക്ക് ഇന്ന് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബൈ എന്ന് പറയുന്നത് കൗണ്ടർ ട്രേഡ് ആണ്. അതായത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ട്രേഡുകൾ പുഷ് ചെയ്യുന്നത്. ഇനി GBP വരുന്ന സമയത്ത് നമ്മൾ ഇന്നലെ ഒരു ബൈ റേഞ്ച് ആണ് പ്ലേസ് ചെയ്യേണ്ടത്. പക്ഷെ ആ ബൈ റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ സെൽ റേഞ്ചിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ GBP നമുക്ക് നോക്കാൻ പറ്റിയ ഹൈ ഇതാണ്, ലോ ഇതാണ്. ഇതിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന രണ്ട് ട്രേഡ്സുകൾ എന്ന് പറയുന്നത്, ഈ സെൽ റേഞ്ചിന്റെ ഈ രണ്ട് കീ ലെവൽസ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയാസ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഡയറക്റ്റ് നിങ്ങൾ കയറാതിരിക്കുക. കാരണം ഇവിടെ മുകളിൽ ലിക്വിഡിറ്റി, അതായത് ടെല്ലൈ ലിക്വിഡിറ്റീസ് പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മേ ബി ഈ ടെല്ലൈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാവാം മേ ബി മാർക്കറ്റ് ചെയ്യുന്നത് റിവേഴ്സ് തരുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഡയറക്റ്റ് കയറാതെ കൺഫർമേഷൻ ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഷ്യയുടെ ഇവിടെ ഒരു സ്ട്രോങ് ലോ, അതായത് മാർക്കറ്റ് ഇത് ലൈക്ക് ഏഷ്യയുടെ ലോനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, എന്നിട്ട് മുകളിലോട്ട് ഒരു ചേഞ്ച് കിട്ടി കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ബൈയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന, എൻ്റർ ചെയ്യാവുന്നതാണ്. ആ കൗണ്ടർ ബൈയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഒരു കീ ലെവൽ വേണം. ആ ബെസ്റ്റ് ആയിട്ട് കീ ലെവൽ ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതുവരെ ടാർഗറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്ന, ഒരു കൗണ്ടർ ട്രേഡ് എന്ത് ചെയ്യാവുന്നത്, പുഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതും എന്തിന് അഗെയിൻസ്റ്റ് ആണ്, ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മുടെ കറൻസി ബേസ് ആയിട്ടുള്ള ഗോൾഡ് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ ഒരു കീ ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം കീ ലെവലിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് ഏകദേശം 1:4 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് നല്ലൊരു അടിപൊളി ട്രേഡ് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ നോക്കുന്ന സമയത്ത് സ്റ്റിൽ സെൽ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇപ്പൊ ഭയങ്കര കൺസോൾട്ടേഷൻ ഫേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മേ ബി എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഈ 50 മിനിറ്റ്സിന്റെ സെൽ റേഞ്ചിന്റെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബൈ റേഞ്ചിലോട്ട് ഷിഫ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കാര്യം, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈ റേഞ്ച് ഫോക്കസ് ചെയ്യാണ് നല്ലത്. പക്ഷെ ഇനി സെല്ല് നോക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഏരിയനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നല്ലൊരു കീ ലെവൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ റേഞ്ച് കയറാവുന്നതാണ്. പക്ഷെ ഇത് ഹൈലി റിസ്കി ട്രേഡ് ആണ്. കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചാർട്ട് അനാലിസിസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ന്യൂസുകളാണ്. ഫോറക്സ് ഫാക്ടിൽ പോയിട്ട് ഇന്നത്തെ നമ്മുടെ ന്യൂസുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ന് ഒരുപാട് പ്രധാനപ്പെട്ട റെഡ് കളർ ന്യൂസുകൾ, ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ 5:30 GBP മോണിറ്ററി പോളിസി റിലേറ്റഡ് ന്യൂസുകളുണ്ട്. 6 മണിക്ക് BOE ഗവൺമെന്റ് ബെയിലി സ്പീക്സ് ഉണ്ട്. 6:45 യൂറോലി ന്യൂസ് ഉണ്ട്. 7 മണിക്ക് CPI ഉണ്ട്, യു.എസിൽ നിന്ന് CPI ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉണ്ട്. പിന്നെ 7:15 ECB പ്രസ് കോൺഫറൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ ഉള്ള ഒരു ദിവസമാണ്. അപ്പൊ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂസുകളെ കുറിച്ചുള്ള വ്യക്തമായുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അതായത് ട്രേഡ് പുഷ് ചെയ്യുന്ന സമയത്ത് ന്യൂസ് കഴിഞ്ഞിട്ടുണ്ടോ, അതോ ഇനി ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ വരാനുണ്ടോ എന്ന് വളരെ കെയർഫുൾ ആയി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു സേഫ് ട്രേഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയാൻ പോകുന്നത്, ഒരു സേഫ് ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ട്രേഡ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.